പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നേടണം എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി വന്ന ഒരു ക്രൗഡാണ് വരുന്നത്. അപ്പോൾ അവരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളൊക്കെ ജീവിതത്തിൽ എഴുതി വെക്കേണ്ട ഒരു ദിവസമാണ്. ഞാൻ പറയുന്ന ഒന്നും പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെക്കേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മുടെ 2019 നമ്മുടെ പത്തുകാലത്തെ ആദ്യത്തെ സംഗമം കഴിഞ്ഞത്. 6 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ സംഗമം വരുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലെ 5, 6, 8 വർഷം കഴിഞ്ഞാൽ ഇതുപോലൊരു മഹാസംഗമം ഇനിയും വരുമെന്ന് പ്രത്യാശിക്കുന്നു. അന്ന് ഞാനും ഫൈസലൊക്കെ സിയാദൊക്കെ ഇരിക്കുന്ന ഈ സ്ഥാനങ്ങളിൽ ഇതുപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, അടുത്ത ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതിനുള്ളൊരു തുടക്കമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം കൂടെ ആശംസിക്കുകയാണ്. കാരണം സാധാരണ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പോയപ്പോൾ നമ്മൾ ഭയങ്കര ഉഷാറായി മോട്ടിവേഷനൊക്കെ കേട്ടിങ്ങനെ ഉഷാറായിരുന്നു. ഇന്ന് മുതൽ വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ഇതുപോലെ ആയിരിക്കും എന്നൊക്കെയുള്ള ഉഷാറിന് പോവാം. പക്ഷെ അതിൽ പലതും പിറ്റേന്ന് ഉറങ്ങിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ പോകും. അത് ആരുടെയും കുഴപ്പമില്ല, മനുഷ്യ സഹജമാണ്, അങ്ങനെയാണ് മനുഷ്യൻ. പക്ഷെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. സിയാദ് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരെയും വിടൂല എന്ന് ഭീഷണി തരത്തിലാണ് സിയാദിനെ അവർ പറഞ്ഞത്. കാരണം ഇത് നമ്മുടെ മക്കളാണ്, നമ്മുടെ മരുമക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ആ കുട്ടിയെ ഓരോരുത്തരെയും ഇനി തുടർന്ന് ഫോളോ ചെയ്ത് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ഗൈഡൻസും നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദ്ദേശമാണ് അപ്പോൾ അതോടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മാർക്കറ്റിൽ കിട്ടും. ഓരോ ഫ്രൂട്ട്സുകൾ ഓരോ കിലോ 80 രൂപ 100 രൂപയൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നല്ല മരുന്നുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ പേരത്തയ്യോ ഒരു സപ്പോർട്ടയുടെ മരമൊക്കെ ഉണ്ടെങ്കിൽ, അതിലൊരു ചെറിയ കായുണ്ടെങ്കിൽ നമ്മളെല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോൾ അതിനെ നോക്കും, ഇല നോക്കി നോക്കും, വലുതായിട്ടുണ്ടോ, അതിന് വളം കൊടുക്കും, അതിന് വല്ല പുഴുക്കളും കഴിക്കുന്നുണ്ടോ ശ്രദ്ധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് ആ ഒരു കായ് കുറച്ച് കഴിക്കുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതുപോലെയാണ് നമുക്ക് പത്തുകാരൻ്റെ ഓരോ കുട്ടികളെയും അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് ഉന്നതിയിലെത്തിക്കുക, ഗൈഡൻസ് നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും തുടർന്നും ഇത്തരം ഇതേ ആവേശത്തോടു കൂടിയിട്ട് മുന്നോട്ട് ഉണ്ടാവണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കട്ടെ. പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടൊരു കാര്യം, അത് കുറേ ബിൽഡപ്പൊക്കെ നൽകി. ഇനിയിപ്പോൾ അതിന് വേറെ എന്തെങ്കിലും വൈകിട്ട് കഴിഞ്ഞ പാർട്ടികളെ ചോദിക്കുമെന്നറിയില്ല. പിന്നെ സിയാദൊക്കെ ഞങ്ങൾ ചെറിയ ഒരു നടന്ന് തുടങ്ങിയ കാലം മുതലുള്ള കൂട്ടുകാരനാണ്, അയൽവാസിയാണ്. ഇന്നും ഊഷ്മളമായി ബന്ധം തുടരുന്നു. ജീവിതത്തിൻ്റെ പല ചെറിയ ആദ്യഘട്ടം മുതൽ പല ഘട്ടങ്ങളും ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. നിങ്ങളെപ്പോലെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, നമുക്കൊക്കെ അന്ന് ഇതുപോലെ ആരെയും ഗൈഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര എളുപ്പമായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് പരമാവധി മുതലാക്കാൻ. പിന്നെ ഇത് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്റർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ഒരു ബ്രീഫാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ ആൾക്കാരും നിങ്ങൾ കരിയർ ഗൈഡൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലേ. നിങ്ങൾ അങ്ങനെ കരിയർ ഉണ്ടാക്കണം, ഇങ്ങനെ കരിയർ ഉണ്ടാക്കണം, അത് പഠിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു. എല്ലാവരുടെയും വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാവും അല്ലേ. നീ എൻട്രൻസ് എഴുതണം, എഞ്ചിനീയറിംഗ് എടുക്കണം, MBBS പോകണമെന്നൊക്കെ. ആരുടെയൊക്കെ വീട്ടിൽ നീ ഒരു ബിസിനസ് മാൻ ആണെന്ന് പ്രഷർ എടുക്കുന്ന അത്ര ആൾക്കാരുണ്ട്. ആരെങ്കിലും ഉണ്ടാവും വീട്ടിൽ നിന്ന് നീ ഒരു കച്ചവടക്കാരനാണെന്നുള്ളത് ഒരാളേ ഉള്ളൂ. അപ്പോൾ വേറെ ആരും പറയാറില്ലല്ലേ. അപ്പോൾ പേരൻസിനോടാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? കുട്ടികളോടൊരു ബിസിനസ് മാൻ ആണെന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? ഇല്ല, കാരണം ബിസിനസ് സൈഡായി ചെയ്തതാണ്. അങ്ങനെയാണോ? സൈഡായിട്ട് ചെയ്യുന്നതാണോ ഈ മെയിൻ സ്ട്രീമിലുള്ള ബിസിനസ്സുകാരൊക്കെ? അല്ല അതിൻ്റെ ഫുൾ ഡെഡിക്കേറ്റഡ് ആൾക്കാരാണോ?